ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തസ്ലി കിച്ചൻ. ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അതേപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് റെസിപ്പിയും നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ചപ്പാത്തി ഇടാൻ വേണ്ടിയിട്ട് 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ആ ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ടും നല്ല പൊങ്ങി വന്നിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുള്ളൂ. ഞാനൊരു ഡബിൾ ഓസിൻ്റെ ചപ്പാത്തിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചപ്പാത്തിൻ്റെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇതേപോലെ സോഫ്റ്റായിട്ട് അതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അടുത്തത് നമുക്ക് വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ നോക്കാം. ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്, ക്യാപ്സിക്കം, പീസ് പൊട്ടാറ്റോ, ചെറിയ പീസ് ക്യാരറ്റ്, പിന്നെ ലേഡീസ് ഫിംഗറാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ. അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് മഞ്ഞളിട്ടിട്ടൊന്ന് വെജിറ്റബിൾ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 2 ഏലക്ക, പിന്നെ 1 ബേ ലീഫ്, 2 പട്ടൻ്റെ പീസാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓണിയൻ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുങ്ങനെ അടച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ മറ്റുള്ള വെജിറ്റബിളും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ വെജിറ്റബിളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഓൾറെഡി കുക്കായതാണ്, ചൂടുവെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചതാണ്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതൊന്ന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എല്ലാം ഓൾറെഡി കുക്കായതാണ്. അങ്ങനെ നമ്മൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ വെജിറ്റബിളെല്ലാം ഓവർ കുക്കാകരുത്, ഒരു ക്രഞ്ചി ടൈപ്പ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ വെജിറ്റബിളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. അതുപോലെ നല്ല അടിപൊളി ചപ്പാത്തിയുമാണ്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ചപ്പാത്തി എല്ലാം ഇതുപോലെ ഓരോ ചപ്പാത്തിൻ്റെ ഉരുളകളായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഡബിൾ ഓസിൻ്റെ നല്ല ഒരു ആട്ടപ്പൊടിയാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾ ഏതാ ചപ്പാത്തി പൊടി ഉപയോഗിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡബിൾ ഓസിൻ്റെ ചപ്പാത്തി പൊടി ഞാൻ പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചൂടാൻ പറ്റുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നന്നായി പൊങ്ങി വരുന്ന ചപ്പാത്തിയാണ്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പുതിയൊരു വീഡിയോസായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ഓക്കെ ബൈ ഫ്രണ്ട്സ്.